കേരളത്തിൽ അടൂര് മാത്രമേ ഇത്ര ആംബിയൻസ് ഉള്ള ഒരു തട്ടുകട കാണാൻ സാധിക്കത്തുള്ളൂ. അടൂർ ഏനാത്തുള്ള വടക്കടത്തുകാവ് സ്റ്റോൺ പാർക്കാണിത്. നല്ല സീറ്റിംഗ് സ്പേസും പാർക്കിംഗ് സ്പേസും ഉള്ള നല്ലൊരു തട്ടുകടയാണിത്. മെയിൻ റോഡിൽ നല്ലൊരു ആംബിയൻസിലാണ് ഇവർ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഫ്രൈഡ് ചിക്കൻ, സമൂസ, ചിക്കൻ കബാബ്, ചിക്കൻ പോക്കറ്റ്, ഉന്നക്കായ മുതലായ ഒരുപാട് കടികൾ ഇവിടെ കിട്ടും. മെയിൻലി ഇവർ ഫോക്കസ് ചെയ്തേക്കുന്ന 4 മണി പലഹാരങ്ങളിലാണ്. അടൂര് കൊട്ടാരക്കര റൂട്ടിൽ പോകുന്നവർ ഒരുപാട് പേര് ഇവിടെ കയറി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഹോട്ട് ഐറ്റംസ് ടീ, കോഫി, ബൂസ്റ്റ്, ഹോർലിക്സ് എന്നിവ ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഹോട്ട് ഐറ്റംസ് കൂടാതെ തന്നെ ഫ്രഷ് ജ്യൂസ്, ഷേക്സ്, മൊജിറ്റോസ് എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. 2 ടൈപ്പ് ബ്രോസ്റ്റഡ് ഇവിടെ അവൈലബിൾ ആണ്. ഫിഷ് ബ്രോസ്റ്റഡും ചിക്കൻ ബ്രോസ്റ്റഡും ആണ് ആ 2 ഐറ്റംസ്. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ നല്ല ബ്രോസ്റ്റഡ് ചൂടോട് കൂടി കഴിക്കാൻ സാധിക്കും. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എക്സ്പീരിയൻസും ട്രെയിൻഡും ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ഇത് ചെയ്യുന്നത്. ഷേക്സിനകത്ത് ലോട്ടസ് ഷേക്ക് ആണ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത്. ലോട്ടസിന്റെ ബിസ്ക്കറ്റ്, ഒരു സിറപ്പും പാലും ഐസ്ക്രീമും എല്ലാം കൂടി ഇട്ടുള്ള ഒരു ഷേക്ക് ആയിരുന്നു ഇത്. എല്ലാത്തിന്റെ മേക്കിംഗ് ലൈവായിട്ട് കാണാൻ സാധിച്ചായിരുന്നു. നോർമൽ ഒരു തട്ടുകടയാണെങ്കിൽ ആംബിയൻസും ഫുഡും അടിപൊളിയാണ് ഇവിടുത്തെ. മിക്ക ഐറ്റംസും ലൈവായിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരുന്നത്. ഷേക്സിന്റെ മുകളിലായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കാഷ്യൂം ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ആഡ് ചെയ്യുന്നുണ്ട് ഇവര്. ഒരു ക്വാളിറ്റി ഷേക്ക് തന്നെയായിരുന്നു ഇത്. ഷേക്ക് കൂടാതെ തന്നെ ഞങ്ങൾ ഗ്രീൻ ആപ്പിളിന്റെയും പാഷൻ ഫ്രൂട്ടിന്റെയും മൊഹിറ്റോയും കുലുക്കി സർബത്തും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. കുലുക്കി സർബത്തിനകത്ത് പച്ചമുളക് ഒക്കെ ഇട്ട് ഒരു സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റ് ആണ് കിട്ടിയത്. അതേസമയം മൊഹിറ്റോയി കറക്റ്റ് പാഷൻ ഫ്രൂട്ടിന്റെ ഫ്ലേവർ ടേസ്റ്റ് തന്നെ കിട്ടിയായിരുന്നു. ചൂട് ടൈമിൽ കുടിക്കാൻ പറ്റിയ നല്ല 2 ഡ്രിങ്ക്സ് ആണ് മൊഹിറ്റോയും കുലുക്കി സർബത്തും. ലൈവായിട്ട് അതിന്റെ മേക്കിംഗ് കണ്ടിട്ട് അത് കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും വേറൊരു ഫീൽ ആണ് കിട്ടുന്നത്. ലോട്ടസ് ഷേക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ. 90 രൂപയാണ് ഈ ഷേക്കിന് വില വരുന്നത്. 90 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെയാണ് ഈ ഷേക്ക് കിട്ടുന്നത് നമുക്ക്. ക്വാണ്ടിറ്റിയേക്കാൾ ഉപരി ഇതിന്റെ ടേസ്റ്റ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ ബിസ്ക്കറ്റിന്റെ ഒക്കെ കറക്റ്റ് ഫ്ലേവർ ഇതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. കുടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ഈ ഷേക്ക്. ഫിഷ് ബ്രോസ്റ്റഡും ചിക്കൻ ബ്രോസ്റ്റഡും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. 2ന്റെ ക്വാണ്ടിറ്റി ഒരു രക്ഷയില്ലാത്ത ക്വാണ്ടിറ്റി ആയിരുന്നു. അതുകൂടാതെ തന്നെ ഇവിടുത്തെ നാടൻ പലഹാരങ്ങളും സമൂസയും എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഓരോന്ന് വിധം. മുള്ളൊന്നും ഇല്ലാത്ത അടിപൊളി മീനാണ് ഈ ഫിഷ് ബ്രോസ്റ്റഡ് ഇവർ യൂസ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി വൈസ് ഫിഷ് ബ്രോസ്റ്റഡ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് വൈസ് എനിക്ക് അത്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇവിടുത്തെ ചിക്കൻ ബ്രോസ്റ്റഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ടേസ്റ്റ് വൈസും ക്വാണ്ടിറ്റി വൈസും. ചിക്കനും ഫിഷിനും 2 മസാലയാണ് യൂസ് ചെയ്യുന്നത്. ചിക്കന്റെ മസാലയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഗ്രീൻ ആപ്പിളിന്റെ കുലുക്കി സർബത്തും പാഷൻ ഫ്രൂട്ടിന്റെ മൊഹിറ്റോയാണ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത്. 40 രൂപ 50 രൂപ റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. പാഷൻ ഫ്രൂട്ടിന്റെ മൊഹിറ്റോയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിന്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും അടിപൊളിയായിരുന്നു. ചിക്കൻ കബാബ്, ചിക്കൻ പോക്കറ്റ്, ചിക്കൻ കട്ട്ലേറ്റ്, ഫ്രൈഡ് ചിക്കൻ, സമൂസ, ഇലയപ്പം, ബോണ്ട തുടങ്ങിയ ഐറ്റംസ് എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാത്തിനും നല്ല ഫില്ലിങ്സും ടേസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാം ഒരു 10 രൂപ 50 രൂപ റേഞ്ചിലാണ് പ്രൈസ് ഉള്ളത്. കാഷ്യൂം പഴവും ഒക്കെ ആഡ് ചെയ്ത് വരുന്ന ഇവരുടെ ഉന്നക്കായൊക്കെ വേറെ ലെവൽ ടേസ്റ്റ് തന്നെയായിരുന്നു. നല്ല മധുരമായിരുന്നു അതിനകത്ത്. ഇതൊന്നും കൂടാതെ തന്നെ 4-5 ടൈപ്പ് മോമോസ് അവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ വെജും ചിക്കനും കൂടെ ഉള്ള ഒരു കോംബോയാണ് ഓർഡർ ചെയ്തത്. ഇതിൽ 3 പീസ് വെജും 3 പീസ് ചിക്കനും മയോണൈസും ടൊമാറ്റോ സോസും ആണ് വരുന്നത്. വൈറ്റ് കളറിൽ ഉള്ളത് ചിക്കൻ മോമോസും ഗ്രീൻ കളറിൽ ഉള്ളത് വെജ് മോമോസും ആണ്. 2 മോമോസിന്റെ അകത്ത് അത്യാവശ്യം നല്ല ഫില്ലിങ്സ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ മോമോസ് എല്ലാം ഒരു മസ്റ്റർ ഐറ്റം തന്നെയാണ്. മയോണൈസിലും ടൊമാറ്റോ സോസിലും ഡിപ്പ് ചെയ്ത് കഴിക്കാൻ 2 അടിപൊളിയായിരുന്നു. സ്റ്റീം മോമോസും ചിക്കൻ മോമോസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇത് സ്റ്റീം മോമോസ് ആയിരുന്നു. ഫുഡ് കൂടാതെ തന്നെ രാത്രിയിലൊക്കെ അടിപൊളി ആംബിയൻസ് ആണ്. ഇവിടുത്തെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നല്ല പാർക്കിംഗ് സ്പേസും സീറ്റിംഗ് സ്പേസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ബാത്റൂം ഫെസിലിറ്റിയും ടി വി ഒക്കെ തട്ടുകടകളിൽ വളരെ കുറവാണ്. ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഈ വഴി പോകാനായി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.